Hi everyone, welcome back to another day, another story. ഇന്നത്തെ വീഡിയോ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എനിക്ക് ആ സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെട്ടാൽ ഞാൻ അത് എഴുതി വെക്കാറുണ്ടെന്ന്. അതുപോലെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ഒന്ന് ചെയ്യുന്നത്. ലൈഫ് ചിലപ്പോഴൊക്കെ ഈസി അല്ല, അല്ലേ? സംടൈംസ് ഹെവിയാണ്. നമ്മളെല്ലാവരും എപ്പോഴും മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാനാണ് ശ്രമിക്കാറ്, അല്ലേ? പക്ഷേ ഒരിക്കലെങ്കിലും നമ്മൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടോ, നീ ഓക്കെ ആണോ, നീ ഹാപ്പി ആണോ? ലൈഫ് എത്ര പെർഫെക്റ്റ് ആണ് എന്നുള്ളതിലല്ല കാര്യം, എത്ര റിയൽ ആണ് എന്നുള്ളതിലാണ് കാര്യം. നമ്മുടെ മിസ്റ്റേക്സ്, സ്ട്രഗിൾസ് എല്ലാം ലൈഫിൻ്റെ ഒരു ബ്യൂട്ടിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ലൈഫ് നമ്മൾ പല പരീക്ഷണങ്ങളിലൂടെയാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ അതൊരിക്കലും നമ്മളെ വീക്കാക്കാനല്ല, സ്ട്രോങ് ആക്കാനാണ്. അതുകൊണ്ട് ലൈഫിൽ ഇനി എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും നമ്മളതെല്ലാം അക്സെപ്റ്റ് ചെയ്യണം. ഞാൻ ഇത്രയും സുഖമായിട്ട് ഈ കിടന്ന് ബുക്ക് വായിക്കുമുണ്ടല്ലോ, കിളികളുടെ ശബ്ദം, കാറ്റിൻ്റെ ശബ്ദം, ഇലകളുടെ ശബ്ദം, ഇതെല്ലാം ഒരു പ്രത്യേക എനർജിയാണ് തരുന്നത്. നേച്ചർ നമ്മളെ ഒരുപാട് കാമാക്കും, നമ്മളെ റിമൈൻഡ് ചെയ്യും സ്ലോ ഡൗൺ ചെയ്യാൻ, ബ്രീത്ത് ചെയ്യാൻ. നമ്മൾ റഷായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ലൈഫിൽ നിന്ന് ഒരിക്കലെങ്കിലും അത് സ്റ്റോപ്പ് ചെയ്തിട്ട് നേച്ചറിനൊന്ന് കാണാൻ നമ്മൾ ശ്രമിക്കണം. ഒരു ലീഫ് ഫോൾ ചെയ്യുമ്പോൾ അത് നമ്മൾ ടീച്ച് ചെയ്യുകയാണ്. ലെറ്റിംഗ് ഗോ ഈസ് ഓൾസോ ബ്യൂട്ടിഫുൾ. ഒരു ട്രീ നമ്മളോട് പറയുന്നത് പോലെ സ്റ്റാൻഡ് സ്ട്രോങ്, ഡീപ്പ് റൂട്ടഡ് യെറ്റ് ഫ്ലെക്സിബിൾ. ആക്ച്വലി നേച്ചറിൽ നിന്ന് നമ്മൾ പഠിക്കാനുള്ളത് എൻഡ്ലെസ് ആണ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് സെൽഫ് ലവ് ആണ്. സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ ചിലവർക്ക് തോന്നും സെൽഫിഷ്നെസ് ആണെന്ന്. ബട്ട് ആക്ച്വലി അത് അക്സെപ്റ്റൻസ് അല്ലേ? നമ്മുടെ ഫ്ലോസ് അക്സെപ്റ്റ് ചെയ്യുക, നമ്മുടെ മിസ്റ്റേക്സ് ഫോർഗിവ് ചെയ്യുക, നമ്മുടെ ജേർണി സെലിബ്രേറ്റ് ചെയ്യുക, അതാണല്ലോ സെൽഫ് ലവ്. നമ്മൾ സ്ട്രോങ് ആകുക എന്നുള്ളതിൻ്റെ അർത്ഥം ഒരിക്കലും നമ്മൾ ഡൗൺ ആകില്ല എന്നൊന്നുമല്ല. ഡൗൺ ആയിട്ടും വീണ്ടും സ്റ്റാൻഡപ്പ് ചെയ്ത് നിൽക്കുന്നതിലാണ് കാര്യം, അല്ലേ? അതല്ലേ സ്ട്രോങ്. സ്ട്രെങ്ത് ഈസ് നോട്ട് ഇൻ എവറി ക്രൈയിങ്, സ്ട്രെങ്ത് ഈസ് ക്രൈയിങ് ആൻഡ് സ്റ്റിൽ മൂവിങ് ഫോർവേഡ്. പലപ്പോഴും സൊസൈറ്റി നമ്മളോട് പറയുന്നത് സ്ട്രോങ് വുമൺ അല്ലെങ്കിൽ സ്ട്രോങ് മെൻ നെവർ ബ്രേക്ക് എന്നാണ്. ബട്ട് ആക്ച്വലി ബ്രേക്കിംഗ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് ഹീലിംഗ്, അല്ലേ? വെൻ വി ഫോൾ വി റൈസ് സ്ട്രോങ്. അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് സ്ട്രെങ്ത് ഈസ് സോഫ്റ്റ്നെസ് പ്ലസ് കറേജ്. ഇപ്പോഴൊക്കെ ഞാൻ തന്നെ മിററിൽ നോക്കി ചോദിക്കും, ആർ യു ഓക്കെ? ചിലപ്പോഴൊക്കെ ആൻസർ നോ ആയിരിക്കും. ബട്ട് സ്റ്റിൽ ഞാൻ എൻ്റെ മൈൻഡിനെ കാമാക്കി പറയും, ഇറ്റ്സ് ഓക്കെ, നിനക്ക് പറ്റുന്നുണ്ട്, നിനക്ക് കഴിയുന്നുണ്ട്. അതാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടതല്ലേ? നിങ്ങളിൽ പലർക്കും സ്ട്രഗിൾസ് ഉണ്ടാവാം, സ്റ്റഡീസ്, വർക്ക്, റിലേഷൻഷിപ്സ്, ലോൺലിനെസ് എല്ലാം. എന്നാലും യു ആർ നോട്ട് അലോൺ. ഓരോ സ്ട്രഗിൾസിനും പിന്നിൽ ഓരോ ഗ്രോത്ത് ഉണ്ട്. നിങ്ങൾ സ്ട്രോങ്ങർ ആകുന്നത് സ്ലോലി, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഒരു റിമൈൻഡർ മാത്രമാണ്. ലവ് യുവർ സെൽഫ്, ടേക്ക് ടൈം ഫോർ യുവർ സെൽഫ്, സ്പെൻഡ് ടൈം ഇൻ നേച്ചർ, അക്സെപ്റ്റ് ലൈഫ് ആസ് ഇറ്റ് ഈസ്. ജീവിതം നമ്മൾ പെർഫെക്റ്റ് ആകാൻ ശ്രമിക്കണ്ട, റിയൽ ആക്കാൻ മാത്രം നോക്കി. കാരണം നിങ്ങൾ റിയൽ ആയാൽ യു ആർ ഓൾറെഡി ബ്യൂട്ടിഫുൾ, ഓൾറെഡി സ്ട്രോങ്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അൺടിൽ ദെൻ ടേക്ക് കെയർ, സ്റ്റേ സ്ട്രോങ് ആൻഡ് കീപ് ലവിങ് യുവർ സെൽഫ്. അപ്പോൾ ശരി, ബൈ.